Next, system of linear algebraic equations. സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് പറഞ്ഞാൽ ഒന്നിലധികം ഇക്വേഷൻസിനാണ്. ഇവിടെയാണെങ്കിൽ നമുക്ക് ഇക്വേഷൻസ് 1, 2 ഇങ്ങനെ എം ഇക്വേഷൻസ് ഉണ്ട്. B1, B2, BM ആണ്. അപ്പോൾ എം ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഈക്വൽ സൈൻ ഉള്ളത് കൊണ്ടാണ് ഇക്വേഷൻസ് പറയുന്നത്. അപ്പോൾ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ആണ്. ഇതിൽ x1, x2, xn എന്ന് പറഞ്ഞത് അൺനോൺസ് അല്ലെങ്കിൽ വേരിയബിൾസ് ആണ്. കൂടെ വരുന്ന നമ്പേഴ്സ്, വേരിയബിൾസിൻ്റെ കൂടെ വരുന്ന നമ്പേഴ്സ് ആയിരിക്കും. ഈ A11, A12, A1n അല്ലെങ്കിൽ A21, A22, A2n ഇതൊക്കെ നമ്പേഴ്സാണ്. ഇതിന് കോവിഷൻസ് എന്ന് പറയും. കോവിഷൻസ്. ഇനി n അൺനോൺസ് ആണ് ഇവിടെ ഉള്ളത്. x1, x2, xn n അൺനോൺസ് ഉണ്ട്. പിന്നെ ഈ B1, B2, BM എന്നൊരു കോൺസ്റ്റൻസ് ഓൺ ദ RHS പറയും. RHSൻ്റെ കോൺസ്റ്റൻസ് ആണ് എന്ന് പറയാം. ഇതെല്ലാം സീറോ ആയാൽ, റൈറ്റ് സൈഡ് എല്ലാം സീറോ ആണെങ്കിൽ ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻസിനെ ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് പറയും. ഹോമോജീനിയസ് പറയും. അതല്ല, ഇതിലെല്ലാം സീറോ ആവുന്നില്ല, ചിലതൊക്കെ നോൺ സീറോ ഉണ്ടെങ്കിൽ അത് നോൺ ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് പറയും. ഇനി സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഈ x1, x2, xn എന്ന് പറഞ്ഞ അൺനോൺസിന് കിട്ടുന്ന വാല്യൂസാണ്. ഇത് ശരിയാവുന്ന രീതിയിൽ, ഇതെല്ലാം ട്രൂ ആവുന്ന രീതിയിൽ, അല്ലേ? എ സൊല്യൂഷൻ ഓഫ് 1 is the n constants x1, x2, xn that satisfy 1 എന്ന് പറഞ്ഞാൽ സിസ്റ്റം സാറ്റിസ്ഫൈ എന്ന് പറഞ്ഞാൽ സിസ്റ്റത്തിൽ കൊടുത്താൽ രണ്ട് സൈഡും ഈക്വൽ ആയിരിക്കും. ഇത് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്ന വാല്യൂ ഇരിക്കുന്നത് അങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് പറയും. ഓക്കെ, ഇനി ഇവിടെ ഒരു എക്സാമ്പിളായിട്ട്, സിമ്പിൾ എക്സാമ്പിളായിട്ട് സിസ്റ്റത്തിൽ രണ്ട് ഇക്വേഷൻസ് ആണ്. ഒന്ന് 3x1 + 6x2 = 3, ഒന്ന് x1 - 4x2 = 7 ആണ്. അപ്പോൾ ഇവിടെ x1 3ഉം x2 - 1 കൊടുത്ത ഒരു സൊല്യൂഷനാണ്. കാരണം അത് വെരിഫൈ ചെയ്യാം. ഇവിടെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡ് ഈക്വലാണ്, വെരിഫൈ ചെയ്യാം. അങ്ങനെ നമുക്ക് വെരിഫൈ ചെയ്യാം. ലെഫ്റ്റ് സൈഡ് കൊടുത്തപ്പോൾ 3 ആണ്, അത് തന്നെയാണ് റൈറ്റ് സൈഡ്. അതുപോലെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് x1 3ഉം x2 - 1 കൊടുത്തപ്പോൾ അത് 7 ആണ്, അത് തന്നെയാണ് റൈറ്റ് സൈഡ്. അപ്പോൾ ഇതൊരു സൊല്യൂഷനാണ്. അപ്പം ഇങ്ങനെയുള്ളൊരു സിസ്റ്റം കൺസിസ്റ്റൻ്റ് എന്ന് പറയണമെങ്കിൽ അതിന് ഒരു സൊല്യൂഷൻ ഉണ്ടാവുക, അല്ലെങ്കിൽ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ഉണ്ടാവുക, അല്ലേ? ഇതിപ്പോൾ ഒരു സൊല്യൂഷനാണ്. ഇതിപ്പോൾ ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സൊല്യൂഷനാണ്. ഇതുപോലെ വേറെ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അത് രണ്ടാമത് സൊല്യൂഷൻ പറയും. ഇങ്ങനെ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഒറ്റ സൊല്യൂഷൻ മാത്രം ഉണ്ടാവാം, അല്ലെങ്കിൽ സൊല്യൂഷൻ ഉണ്ടാവാം എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ അതിന് കൺസിസ്റ്റൻ്റ് എന്ന് പറയും. ആ സിസ്റ്റം ഓഫ് ഇക്വേഷൻ കൺസിസ്റ്റൻ്റ് പറയും. ഇൻകൺസിസ്റ്റൻ്റ് പറയുന്നത് സൊല്യൂഷൻ ഇല്ലെങ്കിലാണ്. സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റില്ലെങ്കിൽ ആ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ഇൻകൺസിസ്റ്റൻ്റ് ആണെന്ന് പറയും. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. വെരിഫൈ x1 = 14 + 70, x2 = 9 + 60, x3 = t is a solution of the system 2x1 - 3x2 + 4x3 = 1, x1 - x2 - x3 = 5. ഇതാണ് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്. രണ്ട് ഇക്വേഷൻസ് ഉണ്ട്. ഇത് സൊല്യൂഷനാണ്. ഈ സൊല്യൂഷൻ എന്ന് പറഞ്ഞ പ്രത്യേകത, ഇത് ഒരു കൃത്യമായിട്ട് ഒരു സൊല്യൂഷൻ അല്ല ഇത്. കാരണം ടിക്ക് വേറെ വില കൊടുക്കുമ്പോൾ കുറേ സൊല്യൂഷൻ ഉണ്ട്. ടിക്ക് ഇപ്പോൾ 0 കൊടുത്താൽ ഒരു സൊല്യൂഷൻ പറഞ്ഞാൽ x1 14, x2 9, x3 0, ആ ഒരു സൊല്യൂഷനാണ്. അതേസമയത്ത് ടിക്ക് വേറെ ഏത് വില കൊടുത്താൽ, ടിക്ക് 1 കൊടുത്താൽ x1 എന്തായിരിക്കും 21, x2 15, x3 1, അവർ വേറെ സെറ്റ് സൊല്യൂഷൻ. 2 ടിക്ക് 2 കൊടുത്താൽ വേറെ 3, മൂന്നാമതൊരു സൊല്യൂഷൻ. ഇങ്ങനെ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ, ഇത് സൊല്യൂഷനാണ്. ഇതിൻ്റെ സിസ്റ്റം ഓഫ് ഇക്വേഷൻ വെരിഫൈ ചെയ്യാൻ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ലെഫ്റ്റ് സൈഡിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഈക്വൽ ടു റൈറ്റ് സൈഡ് ആയിരിക്കണം. അതുപോലെ ഇവിടെ ലെഫ്റ്റ് സൈഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഈക്വൽ റൈറ്റ് സൈഡ് ആയിരിക്കും. അതാണ് ഇവിടെ വെരിഫൈ ചെയ്യുന്നത്. ലെഫ്റ്റ് സൈഡ് ആദ്യത്തെ ഇക്വേഷൻ 2x1 - 3x2 + 4x3, x1 എത്രയാണ് 14 + 70 കൊടുക്കുക, ബ്രാക്കറ്റ് ഇടണം, -3 × x2 കൊടുക്കുക, 9 + 60 + 4 × x3 അത് t കൊടുക്കുക. അപ്പോൾ ഇനി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ടി ഒക്കെ ഒരുമിച്ച് എഴുതുമ്പോൾ 14 t ഉണ്ട്, -18 t, പിന്നെ 4t, അങ്ങനെയാണ് വരിക. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ അത് ക്യാൻസലായി പോകും. പിന്നെ ബാക്കിയുള്ള നമ്പേഴ്സ് നോക്കുമ്പോൾ 28 - 27 എന്ന് വരും. അത് സിംപ്ലിഫൈ ചെയ്താൽ 1 ആയിരിക്കും. അപ്പോൾ ആൻസർ റൈറ്റ് സൈഡുള്ളത് തന്നെയാണ്. അപ്പോൾ രണ്ടാമത്തെ ഇക്വേഷൻ തന്നെ വെരിഫൈ ചെയ്താൽ മതി. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞു വേറെ ടിക്ക് വേറെ വില കൊടുക്കുമ്പോൾ വേറെ സെറ്റ് ഓഫ് സൊല്യൂഷൻസ് കിട്ടും എന്ന് പറയുന്നത് ശരിക്കും
ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ഉണ്ട് ഇതിന്. അതുകൊണ്ട് ഇത് കൺസിസ്റ്റൻ്റ് ആണ്. ഒരു സൊല്യൂഷനോ അല്ലെങ്കിൽ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷനോ ഒക്കെ ഉണ്ടെങ്കിൽ കൺസിസ്റ്റൻ്റ് ആണ്. ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് കൺസിസ്റ്റൻ്റ് ആണെന്ന് പറയാൻ പറ്റും. ഈ സിസ്റ്റം 1-ന് നമുക്കുള്ള കോവിഷൻസിൻ്റെ എല്ലാം കൂടി ഒരു മെട്രിക്സിൽ എഴുതിയാൽ അതിന് കോവിഷൻ മെട്രിക്സ് പറയും. അതുപോലെ അൺനോൺസിൻ്റെ എല്ലാം കൂടി ഒരു മെട്രിക്സ്, അത് കോളമായിട്ട് എഴുതുക, അതിന് സൊല്യൂഷൻ്റെ മെട്രിക്സ് അല്ലെങ്കിൽ മെട്രിക്സ് ഓഫ് അൺനോൺസ് പറയും. ഇനി റൈറ്റ് സൈഡിൽ വരുന്ന കോൺസ്റ്റൻസ് ഒക്കെ ഒരു കോളമായിട്ട് എഴുതിയാൽ അതിനെ കോൺസ്റ്റൻറ്റ് മെട്രിക്സ് എന്ന് പറയും. ബി എന്ന് ഡിനോട്ട് ചെയ്യും. എക്സ് എന്നുള്ള അൺനോൺസ് ആണ്, എ എന്നുള്ള കോൺസ്റ്റൻറ്റ് മെട്രിക്സ് ആണ്. അപ്പം നമ്മുടെ സിസ്റ്റം ഓഫ് ഇക്വേഷൻസിൻ്റെ മെട്രിക്സ് ഫോമിൽ ഇങ്ങനെ എഴുതാം, എക്സ് ഈക്വൽ ടു ബി എന്ന് എഴുതാം. ഇനി പുതുതായിട്ട് വേറെ മെട്രിക്സ് നമ്മൾ എയും ബിയും കൂട്ടിച്ചേർത്തിട്ടുണ്ടാകും. അതിനിങ്ങനെയാണ് നൊട്ടേഷൻ, ഓഗ്മെൻറ്റഡ് മെട്രിക്സ് പറയും. ഇങ്ങനെ എ ബാർ ബി, ബാർ എന്നുള്ള നേരെ വരെയാണ്. അതുപോലെ തന്നെ മെട്രിക്സ് എഴുതണം. ഈ എ ആദ്യം എഴുതുക, ഒരു വര ഇട്ടിട്ട് B1 B2 Bn ബി എഴുതുക. അപ്പോൾ ഒരു എക്സ്ട്രാ ഒരു കോളം കൂടും. റോസിന് മാറ്റമില്ല, റോയിൻ്റെ എണ്ണം മാറില്ല, പക്ഷേ കോളം ഒരെണ്ണം കൂടും. അതുണ്ടാവുക. ഒരു എക്സാമ്പിൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ആ എക്സാമ്പിൾ വെച്ചിട്ട് അതിൻ്റെ കോവിഷൻ മെട്രിക്സ് ആണിത്. 2 - 3 4 1 - 1 - 1 ആണോ. പിന്നെ അൺനോൺസ് x1 x2 x3 കോളമായിട്ട് എഴുതുക. പിന്നെ റൈറ്റ് സൈഡിൽ 1 5 ഇത് കോൺസ്റ്റൻറ്റ് മെട്രിക്സ് ആണ്. പിന്നെ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് പറഞ്ഞാൽ എയും ബിയും കൂട്ടിച്ചേർത്ത് ഇതാണ്. അതിങ്ങനെ വരയിട്ടിട്ട് എയും ബിയും എഴുതുക, ഒരു മെട്രിക്സ് ആയിട്ട് എഴുതാം. ഇതാണ് ഓഗ്മെൻറ്റഡ് മെട്രിക്സ്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഒരു മെട്രിക്സിന് റോ തമ്മിലുള്ള ഓപ്പറേഷൻ, റോയിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ചില ഓപ്പറേഷൻസാണ്. അതിന് എലമെൻ്ററി റോ ഓപ്പറേഷൻ എന്ന് പറയും. അത് 3 എണ്ണം ഉള്ളത്. ഏത് റോയിൽ നിങ്ങൾക്ക് ഒരു കോൺസ്റ്റൻ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. ഏതെങ്കിലും റോയിൽ ഇപ്പോൾ ഒരു റോയിൽ 5 എന്ന് പറഞ്ഞ എലമെൻ്റ് ഉണ്ട്. അത് നിങ്ങൾക്ക് 1 ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 1/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മൊത്തത്തിൽ. ആ 5-ന് മാത്രമല്ല, 5ഉം അതിന് ബാക്കിയുള്ള റോസിലുള്ള എല്ലാ എലമെൻറ്റും 1/5 കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പോൾ മിക്കവാറും അതിന് വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു എലമെൻറ്റ് 1 ആക്കണം, 5 ഉള്ളത് 1 ആക്കണമെങ്കിൽ 1/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, ആ രീതിയിൽ. അപ്പോൾ ഇതൊരു തരത്തിലുള്ള ഓപ്പറേഷനാണ്. ഏതൊരു റോയിനെയും ഏതൊരു റോയിൽ നിന്നുള്ള RI റോയിനെ ഒരു C കൊണ്ട് കോൺസ്റ്റൻ്റ് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും, ആ റോയിനെ മാത്രം. പിന്നെ വേറെ റോസ് തമ്മിൽ അങ്ങോട്ടും മാറ്റിയിടാം. R1 RI ഇൻ്റർചേഞ്ച് RJ. ഇപ്പോൾ R1 R3 ഫസ്റ്റ് റോയിൽ ഉള്ള എടുത്ത് തേർഡ് റോയിലിടുക, തേർഡ് റോ എടുത്ത് ഫസ്റ്റിലിടുക. ഇതൊരു തരത്തിലുള്ള ഓപ്പറേഷനാണ്. ഇനി വേറൊരു എലമെൻ്ററി ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഒരു റോയിൽ 5 ഉണ്ട്, മറ്റേ റോയിൽ 1 ഉണ്ട്. അപ്പോൾ ഈ 5 ഉള്ളിടത്ത് 0 ആക്കണം വിചാരിച്ചു. അപ്പോൾ ഇപ്പുറത്ത് 1 അല്ലേ, അപ്പോൾ 1 5-നോട് 1 ആഡ് ചെയ്തിട്ട് കാര്യമില്ല. 5-നോട് -5 ആഡ് ചെയ്താൽ 0 ആവും. അപ്പോൾ ആ 5-നോട് -5 ടൈംസ് 1 ആഡ് ചെയ്താൽ മതി എന്നുള്ളതാണ്. 5-നോട് -5 ടൈംസ് 1 ഇടാം. അപ്പോൾ അത് നമുക്ക് C × RI എന്നുള്ളത് ഒരു RJ-നോട് ആഡ് ചെയ്യാം. RJ എന്ന് പറഞ്ഞ റോയിൽ ഒരു 5 ഉണ്ടെന്ന് വെച്ചു, ഒരു എലമെൻറ്റ്, വേറെ എലമെൻറ്റ്സ് ഉണ്ടാവും. അത് നമുക്ക് ഇപ്പോൾ 0 ആക്കണം. അപ്പോൾ അതിനെന്ത് ചെയ്യണം? ആ 5-നോട് -5 ആഡ് ചെയ്യണം. അപ്പോൾ ഒരു RIയിൽ 1 ഉണ്ടാവും, അതേ സ്ഥാനത്ത് 1 ഉണ്ടാവും. അപ്പോൾ -5 കൊണ്ട് ആ 1-നെ മൾട്ടിപ്ലൈ ആഡ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഓപ്പറേഷൻ ഉപയോഗിക്കുന്നത്. ഏതൊരു റോയിനോട് കൂടി RJ എന്ന് പറഞ്ഞ റോ ഇങ്ങനെ മാറുന്നത്, RJ-നോട് കൂടി നമുക്ക് വേറെ ഏതെങ്കിലും റോയിൻ്റെ മൾട്ടിപ്പിൾ ആഡ് ചെയ്യാം. വേറെ ഏതെങ്കിലും റോയിൻ്റെ മൾട്ടിപ്പിൾ RJ-നോട് ആഡ് ചെയ്യാം. C 1 ആണെന്ന് വെച്ചു, അത് 2 റോ ആഡ് ചെയ്യാണ്. RJ-നോട് RI ആഡ് ചെയ്യും. RJ മാറി എന്തായിട്ട് മാറും? RJ + RI ആയിട്ട് മാറും. ഇപ്പോൾ C വേറെ -1 ആണെങ്കിലോ ശരിക്കും RJ-ന്ന് RI കുറയ്ക്കുന്നതായിരിക്കും. RJ എന്ന് പറഞ്ഞ റോ മാറിയിട്ട് ആ റോ എന്തായാലും മാറും? RJ - RI എന്ന് പറഞ്ഞാൽ പുതിയ എലമെൻറ്റ്സ് വെച്ച് ഫില്ല് ചെയ്യണം. ഇത്തരത്തിലുള്ള 3 ഓപ്പറേഷൻസിനെയാണ് എലമെൻ്ററി റോ ഓപ്പറേഷൻസ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അടുത്ത് റോ എച്ചിലോൺ ഫോം എന്ന് പറയും. ഒരു മെട്രിക്സിനെ നമുക്ക് റോ എച്ചിലോൺ ഫോമാക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ എല്ലാ സീറോസ് മാത്രമുള്ള റോക്ക് ഏറ്റവും താഴത്തേക്ക് മാറ്റിയിടണം. അതെങ്ങനെ പോസിബിൾ ആവും? എലമെൻ്ററി റോ ഓപ്പറേഷൻ ഉപയോഗിക്കാമല്ലോ. അപ്പോൾ R1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോയിലെല്ലാം സീറോസാണ്. അപ്പോൾ അത് നമുക്ക് ലാസ്റ്റിലേക്ക് ഇടണമെങ്കിൽ ഫസ്റ്റ് റോ എടുത്ത് തേർഡ് റോ ആക്കുക, തേർഡ് റോ എടുത്ത് ഫസ്റ്റ് ആക്കിയാൽ മതി. അപ്പോൾ ലാസ്റ്റിലേക്ക് വരും. അപ്പോൾ ഓൾ 0 റോസ്, അതായത് എല്ലാ എലമെൻറ്റ്സും 0 ഉള്ള റോസൊക്കെ തന്നെ ബോട്ടം ഓഫ് ദി മെട്രിക്സ് ആക്കി മാറ്റണം, എല്ലാം താഴേക്ക് കൊണ്ടുവരണം. ആദ്യം ചെയ്യാൻ പറ്റുന്ന ഇതാണ്. പിന്നെ പറയുന്നത്
നോൺ സീറോ റോസ്, അതായത് എല്ലാം സീറോ അല്ലാതെ വരുന്ന റോ ഉണ്ടെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് നോൺ സീറോ 1 ആയിരിക്കണം. ഫസ്റ്റ് നോൺ സീറോ 1 ആയിരിക്കണം. അതിനാണ് ലീഡിങ് 1 എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഒരു നോക്കുക, എക്സാമ്പിളിലേക്ക് നോക്കുക. ഇവിടെ ഇത് സീറോ റോസ് അടിയിൽ പോയി. ഈ റോ നോൺ സീറോ റോ എന്നാണ് പറയാം. അതായത് 1 6 0 7. ഇതിലെല്ലാം സീറോസ് അല്ലല്ലോ. അപ്പോൾ അതിൽ ഫസ്റ്റ് സീറോ അല്ലാതെ വരുന്നത് 1 ആയിരിക്കണം. ഇവിടെ ഉണ്ടോ, ഈ റോയിൽ നോൺ സീറോ റോയാണ്. അതിൽ ഫസ്റ്റ് സീറോ അല്ലാതെ ആദ്യത്തെ സീറോ ആണ്, ഫസ്റ്റ് സീറോ അല്ലാത്ത 1 ആയിരിക്കും. അതാണ്. അതേസമയത്ത് ഇങ്ങനെ വരാൻ പാടില്ല. ഈ റോ നോൺ സീറോ റോയാണ്. ഇതിൽ ഫസ്റ്റ് നോൺ സീറോ ആയിട്ട് വരുന്നത് 2 അത് വരില്ല. അത് 1 ആയിരിക്കണം, 1 ആക്കണം. അതാണ് ഈ പറഞ്ഞുള്ളൊരു കാര്യം. ഓക്കെ, അപ്പോൾ അതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അതാണ് ഇവിടെ ഫസ്റ്റ് പറഞ്ഞ കാര്യം. ആ ലീഡിങ് 1 വരുത്തണം. നോൺ സീറോ റോയിൽ ലീഡ് ചെയ്യുന്നത് 1 ആയിരിക്കണം. ലീഡ് ചെയ്യുന്ന നോൺ സീറോ, ആദ്യമൊക്കെ സീറോ വന്നാലും പ്രശ്നമല്ല, തുടക്കം നോൺ സീറോ വരുന്നത് 1 ആക്കണം എന്നുള്ളതാണ്. ഇനി ലീഡിങ് 1 ഓഫ് എനി റോ മസ്റ്റ് ബി ഇൻ ദ ലെഫ്റ്റ് കോളം ഓഫ് ലീഡിങ് 1 ഓഫ് സക്സീഡിങ് റോസ് എന്നല്ല. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ ഈ പറഞ്ഞ കാര്യം ശരിയായില്ല. കാരണം ഇവിടെ രണ്ടിലും ലീഡിങ് 1 ഇവിടെയാണ്. അതായത് ഈ റോയിൻ്റെ ലീഡിങ് 1 സെക്കൻഡ് കോളത്തിലാണ്. സക്സീഡിങ് റോയിൻ്റെ ലീഡിങ് 1 എവിടെയാണ്? ഫസ്റ്റ് കോളത്തിലാണ്. അങ്ങനെ വരാൻ പറ്റില്ല. ഇത് റൈറ്റ് ആയിപ്പോയി, ലെഫ്റ്റിൽ വരണം, തിരിച്ച് വരണം. അപ്പോൾ ഇവിടെ കറക്റ്റാണ് ഒരു തരത്തിൽ പറഞ്ഞത്. കാരണം ഇവിടെ ഇത് നോക്കുക, ഇത് നോക്കുക. ഇത് ലീഡിങ് 1 ഇവിടെ ഉണ്ട്, അത് ഫസ്റ്റ് കോളത്തിലാണ്. ഇതിൻ്റെ ലീഡിങ് 1 സെക്കൻഡ് കോളത്തിൽ, അത് കുഴപ്പമില്ല. അപ്പോൾ എന്താണ്, ഇത് ലെഫ്റ്റിലാണ് വരുന്നത്. ഈ 1ൻ്റെ ലെഫ്റ്റിലാണ് ഇത് വരിക. മറ്റേ നേരെ തിരിഞ്ഞു പോയി, അപ്പുറത്തെ നേരെ തിരിഞ്ഞു പോയി. ഇവിടെ ഇങ്ങനെ ആയിപ്പോയി. അപ്പോൾ ലീഡിങ് 1 ഓഫ് 1 റോ അത് എവിടെയായിരിക്കണം? ലെഫ്റ്റ് കോളത്തിലായിരിക്കണം. ഏതിൻ്റെ? കോളം ഓഫ് ലീഡിങ് 1 ഓഫ് സക്സീഡിങ് റോ. ഇത് മൂന്നാമത്തെ റോ. പിന്നെ വരുന്നത് റോയിലെ ലീഡിങ് 1 ഇവിടെയാണ്, കേട്ടോ. അപ്പോൾ ഇത് ലെഫ്റ്റായി. അത് തിരിച്ചായി പോകാതെ ഇങ്ങനെ വരാൻ പാടില്ല. ഈ മുകളിലുള്ള റോയിലെ 1 ഇപ്പുറത്തേക്ക് വരാൻ പാടില്ല, അല്ലെങ്കിൽ ഇങ്ങോട്ട് പോകാൻ പാടില്ല, തിരിച്ചിങ്ങോട്ട് വരണം. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള 3 കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന പിന്നെ മെട്രിക്സിന് നമ്മൾ പറയും റോ എച്ച്ലോൺ ഫോമിലാണെന്ന് പറയും. ഇനി ഇതേ കാര്യം തന്നെ റെഡ്യൂസ്ഡ് റോ എച്ച്ലോൺ ആവണമെങ്കിൽ എക്സ്ട്രാ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ഈ ലീഡിങ് 1 വരുന്നതിൻ്റെ റോയിൻ്റെ ബാക്കിയുള്ള എല്ലാ എൻട്രീസും സീറായിരിക്കണം കോളത്തിൽ. അപ്പോൾ ഇവിടെയാണെങ്കിൽ ലീഡിങ് 1 വരുന്നത് ഇവിടെയാണ്. അപ്പോൾ ആ കോളത്തിൽ ബാക്കിയെല്ലാം സീറോ അല്ല, ഒന്ന് 6 ഉണ്ട്. അപ്പോൾ അതല്ല, അപ്പോൾ അത് റെഡ്യൂസ്ഡ് ആവണമെങ്കിൽ ലീഡിങ് 1 വരുന്നതിൽ ബാക്കി എല്ലാ എൻട്രീസും സീറോ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ലീഡിങ് 1 വരുന്നത് ഇവിടെ ലീഡിങ് 1 കാണോ, ലെഫ്റ്റിൽ വന്നില്ലേ ലീഡിങ് 1. ഇതൊരു സീറോ താഴെ, ഇത് റെഡ്യൂസ്ഡാണ്. കാരണം എന്താ വെച്ചാൽ ഈ ലീഡിങ് 1 വരുന്ന കോളത്തിൽ ആ 1 ഒഴികെ ബാക്കി കോളത്തിലെല്ലാം സീറായിരിക്കും. ഈ 1 ഒഴികെ ബാക്കി കോളത്തിലെല്ലാം സീറായിരിക്കും. അങ്ങനെ വരണം. അതിനാണ് റെഡ്യൂസ്ഡ് റോ എച്ച്ലോൺ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റോ എച്ച്ലോൺ ഫോം ആയിരിക്കണം. അത് റെഡ്യൂസ്ഡ് കൂടി ആവണമെങ്കിൽ ഒരു എക്സ്ട്രാ വരേണ്ടത് ഈ ലീഡിങ് 1 വന്നതിൽ ബാക്കി ആ കോളത്തിലെല്ലാം സീറോസ് ആയിരിക്കണം. ലീഡിങ് 1 വന്നാൽ അത് നോട്ട് ചെയ്യുക. പിന്നെ ആ കോളം നോക്കുക, ആ കോളത്തിൽ ബാക്കിയെല്ലാം സീറോസ് ആയിരിക്കും. ഓക്കെ, ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ അതിനുള്ള പല എക്സാമ്പിളാണ്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് റോ എച്ച്ലോൺ ഫോമിലല്ല, എന്തോ വയലേഷൻ ഇവിടെ ഉണ്ട്. എന്താ വയലേറ്റ് ചെയ്ത്? ഇപ്പോൾ ആദ്യം പറഞ്ഞ കാര്യമാണ്. കാരണം ഇവിടെ ഈ ലീഡിങ് 1 വന്നിട്ടില്ല. ഇത് ഓക്കെ, ഇതിന് കുഴപ്പമില്ല. ഇതൊരു നോൺ സീറോ റോ ആണ്. ലീഡിങ് 1 വരുന്നുണ്ട്. ഇതിൽ ലീഡ് ചെയ്യുന്ന 2 IP, സീറോ നോക്കണ്ട, 2 IP, അത് 1 ആയിരിക്കണം. അതാണ് ഈ വയലേഷൻ വന്നു. അതിന് വയലേഷനായി. ഇത് ശരിക്കും 1 ആക്കാം. എങ്ങനെ? 1/2 കൊണ്ട് ആ റോയിനെ മാത്രം മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അങ്ങനെയാ ചെയ്യാം. 1/2 കൊണ്ട് ഈ റോയിനെ മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് 1 ആവും. ഇത് 1/2 കൊണ്ട് സീറോ ആവും, ഇതും സീറോ ആവും. ഇത് 1/2 കൊണ്ട് -1 -1/2 ആവും. അത്രയേ ഉള്ളൂ. അങ്ങനെ ആക്കാൻ പറ്റും. പക്ഷേ ഇതിപ്പോൾ എന്തല്ല, എച്ച്ലോൺ ഫോം അല്ല, റോ എച്ച്ലോൺ ഫോം അല്ല. കാരണം ആദ്യം പറഞ്ഞ കാര്യം വയലേഷനായി. ലീഡിങ് 1 ഇല്ല.
ഇവിടെ 2 ആണ് ലീഡ് ചെയ്യുന്നത്. രണ്ടാമത്തെ റോ ലീഡ് ചെയ്യുന്നത് 2 ആണ്. രണ്ടാമത്തെ നോൺ സീറോ റോ ലീഡ് ചെയ്യുന്ന ആൾ 2IP. 0 ലീഡ് ചെയ്യാൻ പറ്റില്ല ഒരിക്കലും. 0 empty പോലെ വിചാരിച്ചാൽ മനസ്സിലായില്ലേ. അപ്പോൾ ലീഡ് ചെയ്യുന്ന ആൾ 1 ആയിരിക്കണം. ഇനി ഇതിനെന്തോ ഒരു വയലേഷൻ ഉണ്ടല്ലോ. ഇതിൽ രണ്ടാമത് പറഞ്ഞ കാര്യം വയലേഷൻ ആയത് ലീഡിങ് വണ്ണിൻ്റെ പൊസിഷൻ. ആദ്യത്തെ റോയിൻ്റെ ലീഡിങ് വണ്ണിൻ്റെ പൊസിഷൻ രണ്ടാമത്തെ റോയിൻ്റെ ലീഡിങ് വണ്ണിൻ്റെ പൊസിഷൻ നോക്കിയാൽ ഇങ്ങനെ റൈറ്റ് വരാൻ പാടില്ല. ആദ്യത്തെ റോയിൻ്റെ ലീഡിങ് വൺ റൈറ്റ് വരരുത്, ലെഫ്റ്റേ വരാം. അപ്പോൾ അത് വയലേഷൻ ആയിപ്പോയി 2ൻ്റെ. ഇത് വയലേഷൻ ഓഫ് 3 ആയി. കാരണം 0 റോസൊക്കെ താഴോട്ട് കൊണ്ടുവരുന്നില്ല. ഇത് സെക്കൻഡ് റോ 0 റോസൊക്കെ താഴോട്ട് കൊണ്ടുവരണം. അപ്പോൾ ഇൻ്റർചേഞ്ച് ചെയ്താൽ മതി. ഈ തേർഡും സെക്കൻഡും കൂടി അങ്ങോട്ടും മാറ്റിയിട്ടായി. സെക്കൻഡ് റോ എടുത്ത് തേർഡിലിടുക, തേർഡ് എടുത്ത് സെക്കൻഡിലിട്ടാൽ മതി. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റും നമുക്ക്. പക്ഷേ ഇപ്പം നോക്കുമ്പോൾ അതെന്താണ്, വയലേഷൻ ഓഫ് 3 ആണ്. 0 റോസ് അറ്റ് ദ ബോട്ടം വന്നിട്ടില്ല. പക്ഷേ ഇവിടെ ഉള്ള ഈ രണ്ടെണ്ണം നോക്കിയാൽ നിങ്ങൾക്ക് എന്താണ്, റോ എച്ച്ലോൺ ഫോമിലാണ്. കാരണം അവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്. ഇത് ലീഡിങ് വൺ ഇവിടെ ഉണ്ട്. അടുത്ത റോ നോൺ സീറോ റോ ലീഡിങ് വണ്ണാണ്. 0 റോ താഴെയാണ്. പിന്നെ ലീഡിങ് വണ്ണ് ഇതിൻ്റെ ലെഫ്റ്റാണ്. ഈ ലീഡിങ് വണ്ണ് ഇതിൻ്റെ ലെഫ്റ്റ് തന്നെയാണ്, ഉണ്ട് ലെഫ്റ്റ് കോളത്തിലാണ്. ഇതും ഇവിടെ ഫസ്റ്റ് വരുന്ന നോൺ സീറോ റോയിൽ ഫസ്റ്റ് വരുന്ന ലീഡിങ് വണ്ണാണ്. ഈ നോൺ സീറോ റോയിൽ ഫസ്റ്റ് വരുന്ന ലീഡിങ് വണ്ണാണ്. ഇവിടെയൊക്കെ ലീഡ് ചെയ്യുന്ന വണ്ണാണ്. ഈ രണ്ട് റോയിൽ ലീഡ് ചെയ്യുന്ന വണ്ണാണ്. മാത്രമല്ല ഇതിൻ്റെ ലീഡിങ് വണ്ണ് ഇതിൻ്റെ ലീഡിങ് വണ്ണ് നോക്കിയാൽ ഇത് ഇടത്താണ്. ഇങ്ങനെയാണ്, രണ്ട് തിരിച്ചല്ല. അപ്പോൾ അത് ഓക്കെ ആയി. ഇനി 0 റോസ് ഇല്ലാത്തതുകൊണ്ട് പ്രശ്നമില്ല. എൻ്റെ താഴെ കൊണ്ടുകൊണ്ടിരുന്നു, ഒന്നുമില്ല. ഓക്കെയാണ്. പിന്നെ ഇവിടെ ഒരു കാര്യം ചെയ്തിരിക്കണം, ലീഡിങ് വണ്ണുള്ള കോളം ബാക്കിയുള്ള 0 ആണെന്ന് പറഞ്ഞില്ല, അത് ഇവിടെ ഇല്ല കേട്ടോ. അത് ഇതിനില്ല. ലീഡിങ് വണ്ണിന് ഇത് 0 അല്ല. അപ്പോൾ ഇത് റെഡ്യൂസ്ഡ് അല്ല. റോ എച്ച്ലോണാണ്, പക്ഷേ റെഡ്യൂസ്ഡ് അല്ല. ഇതും അങ്ങനെ തന്നെ. ഈ ലീഡിങ് വണ്ണ് വരുന്നിടത്ത് ബാക്കിയെല്ലാം 0 ആയിരിക്കണം. പക്ഷേ ഇത് 6 വന്നില്ലേ. അപ്പോൾ ഇത് റെഡ്യൂസ്ഡ് അല്ല. എന്നാൽ ഇവിടെ കുറച്ച് എക്സാമ്പിൾ നോക്കിയേ. ഇതെല്ലാം റെഡ്യൂസ്ഡ് റോ എച്ച്ലോണാണ്. ലീഡിങ് വണ്ണ് വരുന്നിടത്ത് ബാക്കിയെല്ലാം 0 ആയിരിക്കും. ലീഡിങ് വണ്ണ് വരുന്നത് അത് ലീഡിങ് വണ്ണാണ്. ഈ റോയിൻ്റെ ലീഡിങ് വണ്ണാണ്. അപ്പോൾ ബാക്കി 0 ആണ്. ഇതിൻ്റെ ലീഡിങ് വണ്ണാണിത്. അപ്പോൾ ബാക്കി 0 ആണ്. ഇവിടെ കണ്ടോ, ഇവിടെ 0 റോസ് താഴെ പോയി. ലീഡിങ് വണ്ണ് ഇവിടെ ഉണ്ട്. അതിൻ്റെ താഴെ എല്ലാം 0 ആണ്. ഇവിടെ ലീഡിങ് വണ്ണുണ്ട്. ആ കോളത്തിൽ ബാക്കിയെല്ലാം 0 ആണ്. ഓക്കെ, ഇവിടെ അങ്ങനെ തന്നെ നോക്കി അറിയാം. ഇവിടെ ലീഡിങ് വണ്ണാണ് ഇതിലെ. തേർഡ് കോളത്തിൽ ലീഡിങ് വണ്ണ്, സെക്കൻഡ് കോളത്തിൽ ലീഡിങ് വൺ, ഫസ്റ്റ് കോളത്തിൽ ലീഡിങ് വൺ. ഇതൊക്കെ ലെഫ്റ്റായിട്ട് തന്നെ പോകും. ഇതിൻ്റെ ലെഫ്റ്റിലേ വരും. ഇതിൻ്റെ ലെഫ്റ്റിലേ വരും. ഇതും കമ്പയർ ചെയ്യുമ്പോൾ ഈ വണ്ണും നോക്കിയാൽ ഈ വണ്ണ് ഇതിൻ്റെ ലെഫ്റ്റിലാണ് വരുന്നത്. അപ്പോൾ ബാക്കിയെല്ലാം 0 ആയത് കൊണ്ട് റെഡ്യൂസ്ഡ് കൂടിയാണ്. അപ്പോൾ റെഡ്യൂസ്ഡ് റോ എച്ച്ലോൺ ഫോമുള്ള 3 മാട്രിസസ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ.